നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസം മുതൽ പല രാശിക്കാർക്കും നക്ഷത്രക്കാർക്കും പല പ്രവർത്തന മേഖലകളിലും ഉണർവുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിൻ്റെ അത് കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ തൊഴിൽ, വിദ്യാഭ്യാസം, ധനം, വിവാഹം, കുടുംബ മേഖലകൾ ഇവയൊക്കെയാണ് ഇതിൽ പെടുന്നത്. 8 രാശിയിൽ പെടുന്ന 20 നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ 3 വർഷങ്ങളെ വെച്ച് അപേക്ഷിച്ച് നോക്കിയാൽ വരുന്ന ഏറ്റവും നല്ല സമയം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇത് സെപ്റ്റംബർ 3 വരെ ഉണ്ടാവുകയും ചെയ്യും. ഇതിൽ 3 നക്ഷത്രക്കാർക്കാകട്ടെ കുബേര സമ്പന്ന യോഗവും ഉണ്ടാകും. അതായത് ഇവർക്ക് ധനാഗമന സാധ്യതകൾ ഏറെ ഉണ്ടാകുമെന്നാണ് ഈ യോഗം അല്ലെങ്കിൽ ഈ ഭാഗ്യം അതിനർത്ഥമാക്കുന്നത്. അപ്പോൾ ഏതെല്ലാം രാശിക്കാർക്കാണ്, അതിൽ വരുന്ന ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ മുഴുവനായിട്ട് കണ്ട് ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ ഈ നക്ഷത്രം ഇതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അറിയിക്കണം. പേരും എഴുതി നക്ഷത്രമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾ അറിവുകൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്താൻ, മറ്റുള്ളവരിലേക്ക് കൂടി പകർന്ന് മറ്റുള്ളവരിലേക്ക് കൂടി എത്തുന്നതിന് ഇതൊന്ന് ഷെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അറിവുകൾ എവരിലും എത്തട്ടെ. അതാവുമ്പോൾ നമ്മൾക്ക് വീഡിയോ ഇടുമ്പോഴും അതൊരു സന്തോഷത്തിന് കാരണമാകും. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇങ്ങനെ ഓഗസ്റ്റ് മാസം തുടങ്ങിയ ഈ ഒരു മാസം, അതുപോലെ അടുത്ത സെപ്റ്റംബർ 3 വരെ ഭാഗ്യദായകമായ സമയമുള്ളതെന്ന്. അതിൽ ആദ്യത്തെ രാശി തന്നെ മേടക്കൂറുകാർക്കാണ്. മേടൻ രാശിയാണ് ആദ്യത്തെ രാശി. മേടൻ രാശിയിൽ പെടുന്ന അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം നക്ഷത്രക്കാരാണ് മേടം രാശിയിൽ പെടുന്നത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് മെച്ചപ്പെട്ട മാറ്റം, ധനസ്ഥാനത്ത് മെച്ചപ്പെട്ട മാറ്റമൊക്കെ വരുന്ന ഒരു സമയം തുടങ്ങിയിരിക്കുകയാണ്. അത് സെപ്റ്റംബർ 3 വരെ തുടരുകയും ചെയ്യും. കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകുമ്പോൾ, നിങ്ങൾ ഏത് കർമ്മ മേഖലയിലാണോ ജോലി ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ കർമ്മ മേഖല, അതുമായി ബന്ധപ്പെട്ട് വളരെ ഉയർച്ചയുണ്ടാകുമെന്ന് സാരം. സഹപ്രവർത്തകരിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്ന് അനുകൂലമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ദാമ്പത്യത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് പരിഹരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. വൻ സമ്പത്ത് നിങ്ങളെ തേടി വരുന്ന സമയമാണ്. സാമ്പത്തികമായി വളരെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. മുൻപ് ചെയ്ത സൽപ്രവൃത്തിയുടെ ഉപകാരം എന്നോണം ഈ സമ്പത്താണ് നിങ്ങളിലേക്ക് ഇത് എത്തിച്ചേരുന്നതിൻ്റെ പ്രധാന കാരണം. നമ്മൾ പറയാറില്ലേ, നമ്മൾ മുന്നേ ചെയ്ത പ്രവൃത്തികളുടെയൊക്കെ ഫലമായിരിക്കും പിന്നീടുള്ള സമയങ്ങളിൽ നമുക്ക് ഗുണവും ദോഷവും പ്രദാനം ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ നിങ്ങൾ മുന്നേ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നിങ്ങളിലേക്ക് ഈ സമ്പത്ത് എത്തുന്നത്. അല്ലാതെ നിങ്ങൾ ഇവിടുന്ന് കട്ടും പൊട്ടിച്ചോ അല്ലെങ്കിൽ അനാവശ്യമായി നിങ്ങളിലേക്ക് എത്തി വേറൊരാൾ അത് കണ്ണു കടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ ചെയ്ത സൽപ്രവൃത്തിയുടെ ഫലം ഭഗവാൻ നിങ്ങളിലേക്ക് അനുഗ്രഹിച്ചു തരുന്ന ഒരു ധനം, അതാണ് ഈ സെപ്റ്റംബർ 3 വരെ നിങ്ങൾക്ക് അനുഗ്രഹമായി വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സുവർണ കാലം എന്ന് പറയുന്നത് ഈ ഓഗസ്റ്റ് മാസം തൊട്ട് തുടങ്ങിയിരിക്കുകയാണ്. സെപ്റ്റംബർ 3 വരെ ഈ സമയം നീണ്ടു നിൽക്കുകയും ചെയ്യും. അടുത്തത് ഈ ഭാഗ്യം വരുന്ന നക്ഷത്രക്കാർ ഇടവം രാശിയിൽ വരുന്ന കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ ഭാഗം എന്നിവർക്കാണ് നല്ല ഫലങ്ങളാണ് ഓഗസ്റ്റ് 1 തീയതി മുതൽ തുടങ്ങിയിട്ടുള്ളത്. സന്തോഷവും സമാധാനവും ഉണ്ടാകും. ധനസ്വരൂപണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച ഒരു സമയമാണ്. നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും ധനം സ്വരൂപിച്ചു വെച്ചാൽ, അതായത് നമ്മൾ ചില കാര്യങ്ങൾക്ക് ധനം സ്വരൂപിച്ചു വെക്കും, അല്ലെങ്കിൽ മക്കളുടെ ജോലിക്ക്, പഠിത്തത്തിന്. പക്ഷെ ചില കാര്യങ്ങൾ വരുമ്പോൾ അത്യാവശ്യമായി നമ്മൾ എടുക്കേണ്ടി വരികയെന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണോ ചെയ്തു വെച്ചത് പകുതിക്ക് മുടങ്ങി നമ്മൾ ആ പണം വീണ്ടും പിൻവലിച്ച് എടുക്കാറൊക്കെ ഉണ്ട്. ചില ഡെപ്പോസിറ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യ സന്ദർഭം വന്ന് എടുക്കേണ്ട അവസ്ഥ വരും. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ഒരു സമയം, നിങ്ങൾ എന്ത് ചെയ്താൽ അത് പൂർണ്ണതയിൽ എത്താൻ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയും ഈ സമയത്ത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട്. അതുപോലെ തന്നെ കുടുംബപരമായി ദാരിദ്ര്യപരമായിട്ട് കുടുംബത്ത് ഇപ്പം നമ്മൾക്ക് സമ്പത്ത് ഇല്ലാതെ വരുമ്പോൾ കുടുംബ ബന്ധങ്ങൾ കൂടി ചിലപ്പോൾ ശിഥിലമായി പോകുന്നൊരവസ്ഥയുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടായി ഒരുപാട് അനുഭവിച്ചു നിങ്ങൾ. പണമില്ലാത്തവൻ പിണമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ട്. ആ അവസ്ഥ മാറുകയാണ്. നിങ്ങൾക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും ആയിട്ടുള്ളവർ വരെ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. നിങ്ങളുടേതായ ഒരു കഷ്ടപ്പാടൊക്കെ കണ്ട്, അതായത് നമ്മൾ പറയാറില്ല, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 ആളുകൾ കാണും, കരയുമ്പോൾ ആരും കാണില്ല.
എന്നൊരവസ്ഥയിൽ നിങ്ങൾ എത്തി നിന്നിരുന്നു. ആ അവസ്ഥ നിങ്ങൾക്ക് മാറുകയാണ്. സന്തോഷിക്കേണ്ട സമയമാണ്. കച്ചവടം നടത്തുന്നവർക്കും ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ വളരെ ഗുണകരമായ സമയമാണ് ഈ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ 3 വരെ ഈ നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഒരു അനുഗ്രഹ വർഷമായ ഒരു സമയമാണെന്ന് പറയാം. അനുഗ്രഹം വർഷിക്കുന്ന ഒരു സമയമാണ്. എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് ഇരട്ടി നേട്ടമായിട്ട് തന്നെ ഭവിക്കുകയും ചെയ്യും. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം, മുക്കാൽ ഭാഗം എന്നിവർക്കാണ് നല്ല സമയമാണ് ഇപ്പോൾ വരുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിനും ജോലിസ്ഥലത്തും നല്ല കാര്യങ്ങൾ നിങ്ങളാൽ ചെയ്യപ്പെടാൻ കഴിയുന്ന സമയമാണ്. കച്ചവടം നടത്തുന്നവർക്കൊക്കെ വൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ യാത്രകൾ, ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്ന യാത്രകളൊക്കെ സഫലമായി ചെയ്യാൻ കഴിയുന്ന സമയമാണ്. കർമ്മ മേഖലയിൽ വളരെ സ്ഥാനക്കയറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഓഗസ്റ്റ് പകുതിക്ക് ശേഷം ജോലിയിൽ നല്ല മാറ്റം ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് എത്തിച്ചേരാനായി സാധിക്കുന്ന സമയമാണ്. കരിയർ നല്ല മാറ്റം ഉണ്ടാകും. കുടുംബ ജീവിതത്തിൽ നല്ലത് തന്നെ വന്നു ഭവിക്കും. ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു നല്ല സമയമാണ് സെപ്റ്റംബർ 3 വരെ. അടുത്തത് കർക്കിടകൂറിൽ വരുന്ന പുണർദം, കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്കാണ് നല്ല സമയമാണ്. ഓഗസ്റ്റ് തൊട്ട് തുടങ്ങിയിരിക്കുന്ന ജോലിസ്ഥലത്തും സമൂഹത്തിലും സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. തടസ്സങ്ങൾ തരണം ചെയ്തു പോകുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായും അതേപോലെ തന്നെ ആരോഗ്യപരമായും മെച്ചമുണ്ടാകുന്ന ഒരു സമയമാണ്. ദൂര യാത്രകൾക്ക് പറ്റിയ സമയമാണ്. തീർത്ഥാടനങ്ങൾക്ക് സാധ്യത ഏറെയുള്ള ഒരു സമയമാണ്. തീർത്ഥാടനം ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ അത് അനുഗ്രഹ ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ കുടുംബത്തിൻ്റെ പിന്തുണ, നിങ്ങൾക്ക് എന്ത് തീരുമാനത്തിനും നിങ്ങളുടെ കുടുംബത്തിൻ്റെ പിന്തുണ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകളൊക്കെ ശ്രവിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. സാമ്പത്തികം നല്ല രീതിയിൽ മെച്ചപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. അടുത്തത് ചിങ്ങക്കൂറിൽ പെടുന്ന മകം, പൂരം, ഉത്രം കാൽഭാഗക്കാർക്ക് നല്ല സമയമാണ്. സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. കുബേര സമാനമായ ജീവിതം നയിക്കാൻ കഴിയുന്ന അത്തരത്തിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. ചെറുകിട വൻകിട ബിസിനസ് നടത്തുന്ന, അതായത് ഹോൾസെയിലായിട്ടായാലും റീറ്റെയിലായിട്ടായാലും ബിസിനസ് നടത്തുന്നവർക്കെല്ലാം നല്ല ലാഭകരമായ രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന സമയമാണ്. അതേസമയം തന്നെ ദാമ്പത്യം അത്ര സുഖകരമാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് അനാവശ്യമായ വാക്ക് തർക്കങ്ങളിലൊന്നും പോകാതിരിക്കാൻ, പങ്കാളിയുമായി അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളിലേക്കൊന്നും പോകാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു സ്വരച്ചേർച്ച ഇല്ലാത്ത അവസ്ഥയൊക്കെ വരും. അതിലേക്ക് നമ്മൾ പോകാതിരിക്കുക. അവരെന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ ഭാഗത്ത് ചിലപ്പോൾ ശരിയുണ്ടാവും. അപ്പോൾ അതിനെ തർക്കിക്കാനൊരു രീതി നമ്മൾക്ക് വരും. നമ്മുടെ ഭാഗത്ത് ശരി വരുമ്പോൾ നമ്മൾക്ക് തർക്കത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വരും. പക്ഷേ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ചില സമയത്ത് മൗനം വിദ്വാനുഭൂഷണമാണ് എന്നതുകൂടി നിങ്ങൾ ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ആഗസ്റ്റ് അവസാനത്തോടു കൂടി എല്ലാം കലങ്കി തെളിയും. കാരണം നമ്മൾ ഇപ്പോൾ ഒന്ന് മൗനം പാലിച്ചാൽ അത് നാളെ നമ്മൾക്ക് തന്നെ വിജയമായി ഭവിക്കും. ഇപ്പോൾ നമ്മൾ വാഗ്വാദങ്ങൾ നടത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ പരാജയത്തിലേക്ക് തന്നെ കലാശിക്കുമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യൂ. നാളെ നിങ്ങൾക്ക് ജയിക്കാനുള്ള അവസരം, കാരണം നിങ്ങളുടെ മൗനമാണ്, നിങ്ങൾ ആ മൗനം പാലിച്ചത് നിങ്ങളുടെ ഭാഗത്ത് സത്യമുള്ളത് കൊണ്ടാണെന്ന് കാലം തെളിയിക്കും. അപ്പോൾ ഈ മാസം, ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലും അത് കലങ്കി തെളിയുന്ന സമയമാണ്. അതുപോലെ നിക്ഷേപം, ഷെയർ മാർക്കറ്റിലൊക്കെ പണം നിക്ഷേപിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പണം നിക്ഷേപിച്ചിട്ടുള്ളവർക്കെല്ലാം ഭാഗ്യത്തിൻ്റെ ഒരു സമയം കൂടിയാണ്. അടുത്തത് ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യം മുക്കാൽ ഭാഗം വരുന്നവർക്ക് ബിസിനസ് സംരംഭമൊക്കെ ആരംഭിക്കാൻ സാധിക്കുന്ന സമയമാണ്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റും ഒരു ആരംഭം കുറിച്ചു വെക്കാനൊക്കെ കഴിയുന്ന ഒരു സമയമാണ്. കൃത്യമായി അത് പൂർത്തീകരിക്കാൻ കൂടി നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയമാണ്. ഓഗസ്റ്റ് പകുതിയോടുകൂടി സമ്പത്തിൻ്റെ പല വഴികൾ നിങ്ങളിലേക്ക് തുറന്നെത്തുന്ന സമയമാണ്. ഇത് വിദേശ വിദേശ ജോലിയിലാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ സ്വദേശത്ത് തന്നെ ജോലി ചെയ്താകട്ടെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ, അതായത് ജോലി തിരക്കി നടക്കുന്ന ആളുകളുടെ കാര്യം കൂടിയാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ ജോലി നമ്മൾ പറയാമല്ലോ വിളിച്ചു തരുമെന്ന്, അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ വിളിച്ച് നിങ്ങൾ അർഹിക്കുന്ന സ്ഥാനം തരുന്ന ഒരു സമയം, ഒരു ഭാഗ്യ സമയം കൂടിയാണ്. അതുപോലെ പ്രണയിക്കുന്ന ആളുകൾക്ക് അവർക്കൊക്കെ ഒരു നല്ല സമയമാണ്. പല കാരണങ്ങളാൽ വീട്ടുകാർ എതിർപ്പ് പറഞ്ഞിട്ടുള്ളതൊക്കെ മാറി അവർ ഒന്നിച്ച് നിങ്ങളുടെ ഇരുകൂട്ടരുടെ, അത് പുരുഷൻ്റെയോ സ്ത്രീയുടെയോ കൈ പിടിച്ച് തന്ന് നിങ്ങൾ അവരുടെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് ജീവിതമൊക്കെ കെട്ടിപ്പടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. വൻ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കുകയും സന്തോഷിക്കാൻ കഴിയുന്ന വകകൾ പലതും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്.
അടുത്തത് ഉത്രാടം, മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം, ഈ നക്ഷത്രക്കാരാണ്. ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഇവർക്ക് കുടുംബജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം. അതുകൊണ്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ അനാവശ്യമായ വാഗ്വാദങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കും. കാരണം നമ്മൾക്കിപ്പോൾ ഒരു ദോഷ സമയമാണ്. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് അനാവശ്യ അനാവശ്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് ശരി കാണും, ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റും കാണും. കാരണം ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ തന്നെ. അപ്പോൾ ആ തെറ്റാണെങ്കിൽ അത് പറഞ്ഞു വരുമ്പോൾ അത് പ്രശ്നത്തിലേക്ക് പോകും. ശരിയാണെങ്കിൽ അത് ശരിയാണെങ്കിൽ പോലും കേൾക്കുന്ന ആൾക്ക് അവരുടെ ഭാഗം വിജയിക്കാൻ അവർ തെറ്റുകളായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യ വഴക്കുകളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശ്രദ്ധ വളരെ അത്യാവശ്യമായ ഒരു സമയമാണ്. എങ്കിൽ പോലും സാമ്പത്തിക പുരോഗതി വളരെ നിങ്ങളെ സ്വാധീനിക്കുക അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു സമയമാണ്. വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സഫലമാകും. വിദ്യാർത്ഥികൾക്ക് പുറം നാടുകളിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ നല്ല സമയമാണ്. സമൂഹത്തിൽ സ്വീകാര്യത വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്തത് മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാതി, അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് ഏറെ ഗുണങ്ങൾ ഉണ്ടാകുന്ന സമയം. ഒരുപാട് നാളിന് ശേഷമാണ് നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ ഫലങ്ങളൊക്കെ വരുന്നത് തന്നെ. അനാവശ്യമായിട്ടുള്ള ആദ്യം ഒഴിവാക്കണം. കാരണം കടങ്ങളൊക്കെ കാണും. കടങ്ങളില്ലാത്ത മനുഷ്യരില്ല എന്ന് ആദ്യം ചിന്തിക്കുക. അല്ല നമ്മുടെ ചെറിയ കട അതിനെക്കാട്ടി വലിയ കട. ഇപ്പം തന്നെ വയനാട്ടിൽ എത്രയും പ്രശ്നങ്ങൾ, എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് ആ മനുഷ്യർ അനുഭവിക്കുന്നത്. അതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് സ്വരം ഇടറി പോകുന്നുണ്ട്. കാരണം മനസ്സിൽ അത്രയും വേദന നമ്മുടെ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വേദനയൊന്നും അത് എല്ലാ വേദനകളും ഒരു ഉറുമ്പിൻ്റെ വേദനയാണെങ്കിൽ പോലും അത്രത്തോളം വലുതാണ്. എങ്കിലും നമ്മുടെ വേദനയാണ് വലുതെന്ന് ചിന്തിക്കരുത്. അത് ഭഗവാനെ പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥനാ വേളകളിൽ ഭഗവാനോട് പറയും, അദ്ദേഹം നോക്കിക്കൊള്ളും. അതുകൊണ്ട് അനാവശ്യ ചിന്തകൾ നിങ്ങൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. ഒരു കുടുംബാംഗത്തെ പോലെ തന്നെ പറയുകയാണ്. അനാവശ്യ ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ ആദിവ്യാധികൾ വർദ്ധിക്കും. അതുകൊണ്ട് ആ രീതിയിലോട്ടൊന്നും പോകണ്ട. നമ്മൾക്ക് ഭഗവാൻ കൽപ്പിച്ചിട്ടുള്ളത് നമ്മൾക്ക് തന്നെ കിട്ടും. അത് ചിലപ്പോൾ ഒന്ന് വൈകുമെങ്കിൽ പോലും. അതുകൊണ്ട് അനാവശ്യമായി കടങ്ങളുണ്ടോ അല്ലെങ്കിൽ ദുഃഖങ്ങളുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ടെൻഷനൊന്ന് മാറ്റി നിർത്തുക. ജീവിതത്തിൽ പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് വഴിത്തിരിവുണ്ടാക്കുന്ന, അതായത് നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ തരാൻ കഴിയുന്ന പല ബന്ധങ്ങളും നിങ്ങൾക്ക് ഉടലെടുക്കുന്നതായിരിക്കും. വിദേശ പഠനം ആഗ്രഹിക്കുന്ന കൊച്ചുമക്കൾക്കൊക്കെ കുട്ടികൾക്ക്, കാരണം ഒരുപാട് സാമ്പത്തികം വേണ്ടുന്ന വിദേശ പഠനമായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അത് ചിലപ്പോൾ അവർക്ക് പോകാൻ സാധിക്കാത്തതിനാൽ ഒരുപാട് മനപ്രയാസം അനുഭവിക്കുന്ന മക്കളുണ്ട്. അവർക്കെല്ലാം സന്തോഷകരമായി പറഞ്ഞു നിങ്ങളെ സഹായിക്കാൻ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിലേക്ക് വരും. ആ വ്യക്തി നമ്മളപ്പോൾ എപ്പോഴും എന്താണ് പറയുന്നത്, നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. എന്ത് പ്രവൃത്തി നമ്മളെ വളർത്തി ഒരുപാട് വീഡിയോ വലിച്ചു നീട്ടും അല്ലെങ്കിൽ പോലും പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നതുകൊണ്ട് ക്ഷമിക്കണം. നമ്മളെ വളർത്തിയ ആളുകൾ അല്ലെങ്കിൽ നമ്മൾക്ക് മാർഗ്ഗനിർദ്ദേശം പറഞ്ഞു തന്ന ആളുകൾ എല്ലാവരോടും നമ്മൾ എപ്പോഴും നന്ദി ഉണ്ടായിരിക്കണം. നന്ദി നമ്മൾ മറ്റൊരു വ്യക്തിയോട് കാണിക്കുമ്പോൾ കടപ്പാട്, ഇതൊക്കെയാണ് നമ്മളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം എത്തിച്ചേരാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ. അല്ലാതെ ഒരുപാട് നേർച്ചകൾ കാഴ്ചകളൊന്നും ഭഗവാൻ സമർപ്പിക്കുന്നതിലൂടെയല്ല. നന്ദി ഉണ്ടായിരിക്കണം. ആ നന്ദി ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത തലമുറകൾക്ക് നമ്മളിപ്പോൾ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം അവർക്കും കൂടിയായിരിക്കും ലഭിക്കുന്നത്. അതുപോലെ മരിച്ചു ചെന്നാൽ പോലും മോക്ഷം ലഭിക്കണമെങ്കിൽ ലോകത്ത് നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടായിരിക്കും നമ്മൾക്ക് മോക്ഷം ലഭിക്കുന്നത് തന്നെ. അപ്പോൾ പറഞ്ഞു വന്നതിൽ നിന്ന് മാറിപ്പോയി, ക്ഷമിക്കണം. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. എല്ലാ അർത്ഥത്തിലും ഒരുപാട് നാളെ നിങ്ങൾ അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾ ഒക്കെ മാറുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞു വന്നതും. അപ്പോൾ അനാവശ്യ ചിന്ത നിങ്ങളൊന്ന് ഒഴിവാക്കുക. ഭഗവാനെ എപ്പോഴും മനസ്സിൽ ധ്യാനിക്കുക. ഏത് ദേവനെയാണോ ദേവിയാണോ ആരാധിക്കുന്നത് ആ ദേവിയെ മനസ്സിൽ പ്രാർത്ഥിക്കുക. അവരുണ്ടാകും. ആരും ഉണ്ടായില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഈ പറയുന്ന മക്കളായാലും മരുമക്കളായാലും ആരും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. ഈ ഭഗവാൻ ഒന്ന് വിളിച്ചു നോക്കും മനസ്സ് നിറഞ്ഞ്. അതുകൊണ്ട് ആദിവ്യാധികൾ, ഇത് വീഡിയോ കേൾക്കുന്ന അമ്മ പെങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയുകയാണ്, ആദിവ്യാധികൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അവർ അനാവശ്യ ചിന്തകളിലോട്ട് എന്ന് പറഞ്ഞാൽ അയ്യോ ഇതില്ല എനിക്ക് കടവാണെന്നൊക്കെയുള്ള ചിന്തകളിലേക്ക് പോകുന്ന ഒരുപാട് അമ്മമാരും പെങ്ങന്മാരും എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അനാവശ്യ ചിന്തകളിലേക്കൊന്നും പോകാതിരിക്കുക, വിഷമിക്കാതിരിക്കുക. എപ്പോഴും ഭഗവാൻ ഉണ്ടാവും. ഞങ്ങളെപ്പോലെ മാർഗ്ഗനിർദ്ദേശം തരാനുള്ള ആളുകളും നിങ്ങൾക്കൊപ്പം ഉണ്ട്. ഭഗവാനുണ്ട്. നന്നായിരിക്കുക.